നമസ്കാരം. കേരളം ഇപ്പോൾ ഒരു വലിയ പ്രഖ്യാപനത്തിന്റെ മുൻപിലാണ്. ഏപ്രിൽ 9, അതെ, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങാൻ പോകുന്ന ആ സുപ്രധാന ദിനം. മുന്നണികൾ ഗോതയിൽ ഇറങ്ങിക്കഴിഞ്ഞു. ചുവരുകളിൽ ചിഹ്നങ്ങൾ തെളിഞ്ഞു തുടങ്ങി. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പണ്ടൊക്കെ തിരഞ്ഞെടുപ്പ് എന്നാൽ മൈക്ക് സെറ്റുകളും കൊടിതോരണങ്ങളും ജീപ്പിലെ അനൗൺസ്മെന്റുകളും മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് യുദ്ധക്കളം മാറിയിരിക്കുന്നു. നമ്മുടെയൊക്കെ പോക്കറ്റിലിരിക്കുന്ന ആ കുഞ്ഞു സ്മാർട്ട് ഫോണുകളിലാണ് ഇത്തവണത്തെ വിധി നിശ്ചയിക്കപ്പെടുന്നത്. ഓരോ പാർട്ടിയുടെയും അണിയറിൽ പ്രവർത്തിക്കുന്നത് തഴക്കവും പഴക്കവുമുള്ള രാഷ്ട്രീയക്കാരല്ല, മറിച്ച് ഡാറ്റാ സയന്റിസ്റ്റുകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സുമാണ് എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഫേസ്ബുക്കിൽ എന്ത് തിരയുന്നു, വാട്സപ്പിൽ എന്ത് ചർച്ച ചെയ്യുന്നു, ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് നിങ്ങളെ തേടി കൃത്യമായ രാഷ്ട്രീയ സന്ദേശങ്ങൾ എത്തും. ഇതിനെയാണ് നമ്മൾ ഡാറ്റ വാർ എന്ന് വിളിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥി നേരിട്ട് വരുന്നതിനേക്കാൾ വേഗത്തിൽ അയാളുടെ വീഡിയോ നിങ്ങളുടെ സ്ക്രീനിലെത്തും. എന്നാൽ ഇതിലൊരു നിഗൂഢതയുണ്ട്. നിങ്ങൾ കാണുന്ന ഈ വീഡിയോകളൊക്കെ സത്യമാണോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോകളും ശബ്ദങ്ങളും നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഈ ഡിജിറ്റൽ ലോകത്തെ ചതിക്കുഴികൾ തിരിച്ചറിയാൻ വോട്ടർമാർക്ക് കഴിയുമോ എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ ചോദ്യം. പണ്ട് വോട്ടെടുപ്പ് ബൂത്തിൽ അവസാനിച്ചിരുന്നു എങ്കിൽ ഇന്ന് അത് തുടങ്ങുന്നത് ഓരോരുത്തരെയും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണ്. ഏപ്രിൽ 9 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ കേരളം കാണാൻ പോകുന്നത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഡിജിറ്റൽ പോരാട്ടമായിരിക്കും. സാങ്കേതിക വിദ്യ മാറുമ്പോൾ ജനാധിപത്യം മാറുന്നു. ഡിജിറ്റൽ യുദ്ധങ്ങൾക്കിടയിൽ സത്യമേത് മിഥ്യ ഏത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഓരോ വോട്ടർമാർക്കും ഉണ്ടാകണം. കാരണം നിങ്ങളുടെ ഒരു ക്ലിക്ക് ഈ നാടിന്റെ ഭാവി മാറ്റി എഴുതിയേക്കാം. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. നമസ്കാരം.